നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങളുടെ ഫാമുകളും അതിൻ്റെ ചുറ്റുപാടുകളും കാണിക്കുകയാണ്. ഇന്ന് നല്ല കാറ്റാണ്, വൈകുന്നേരമാണ് സമയം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇവിടെ വീട്ടിലില്ലായിരുന്നു, അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ വാട്ടർ മെലൺ, ഞങ്ങളുടെ ഏത്തവാഴ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ ഞങ്ങളുടെ വാട്ടർ മെലൻ്റെ കായ്ഫലം ഇഷ്ടത്തിൻ്റെ കായ്കളാണ്. ഇത് ഈസിയാണ് വാട്ടർ മെലൺ നടുക എന്നുള്ളത്. ഇതിന് ഞങ്ങൾ വലിയ പരിപാലനമൊന്നും നൽകിയിട്ടില്ല. എല്ലാ ദിവസവും ഒരു നേരം നനയ്ക്കും. പിന്നെ ഞങ്ങളുടെ മെയിൻ കൃഷിയായ കോഴിക്കൃഷിയുടെ കോഴിവളമാണ് ഇതിനൊക്കെ നൽകുന്നത്. അടിവളമായിട്ട് കോഴിവളം നൽകി പിന്നെ വെള്ളം കൊടുക്കുക. നടുന്നതിന് മുന്നേ കോഴിവളം ശരിക്കും കൊടുക്കണം. അതിനുശേഷം വെള്ളം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ജോലി. ഒരു നേരം നല്ലോണം നനയ്ക്കുക. ഇപ്പം ഇന്ന് എൻ്റെ തോട്ടം നനയ്ക്കുന്നത് എൻ്റെ വൈഫാണ്. അവളാണ് ഈ തോട്ടം മെയിനായിട്ട് നോക്കുന്നത്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അവളാണ് ഇത് നോക്കുന്നത്. ഞാൻ ഒരു മാസം നാട്ടിൽ കാണില്ല. ഒരു മാസം കഴിഞ്ഞ് വരുമ്പോൾ ആണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. പിന്നെ നമ്മുടെ ഫാമിൻ്റെ പണിയുടെ ഭാഗമായിട്ടാണ് ഇറക്കിയിട്ടിരിക്കുന്ന കല്ലുകളൊക്കെ പുറകെ കാണുന്നത്. നമ്മുടെ ഫാമിൻ്റെ ഒരു സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ കോൺക്രീറ്റ് ആയിരുന്നു ഫസ്റ്റ് ബെൽറ്റ്, അത് നനയ്ക്കുകയാണ് ഇപ്പോൾ. അത് ഒരു സൈഡ് പാടമാണ്, അതുകൊണ്ട് വൺ സൈഡ് കെട്ടി അത് സെക്യൂർ ആക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബെൽറ്റിൻ്റെ പണി ഇന്നലെ കഴിഞ്ഞ് ഇനിയും കുറച്ച് ദിവസം കൂടെ അതിൻ്റെ പണികൾ ഉണ്ടായിരിക്കുന്നതാണ്. അത് കാരണം നമ്മുടെ ഫാമിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് അതിൻ്റെ കല്ലുകളും മണലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഫുൾ സ്ഥലം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. അടുത്ത മാസം തൊട്ട് നമ്മുടെ ഫാം ഫുള്ള് സ്ഥലവും നമ്മൾ കൃഷി ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു പ്ലാനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാം, നമ്മൾ കോഴികളുടെ എണ്ണം കൂട്ടാൻ പോവുകയാണ്. നമ്മൾ പതുക്കെ ഈ വർഷം അവസാനം നമ്മൾ ഏകദേശം ഒരു 500 കോഴി അല്ലെങ്കിൽ ഒരു 1000 കോഴി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. 500 മാക്സിമം, മിനിമം 500 കോഴിയെങ്കിലും നമ്മൾ ഈ വർഷം അവസാനം നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്തിരിക്കും. നമ്മുടെ പ്രൊഡക്ഷൻ ഒരു 450 മുട്ട പെർ ഡേ എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിനുവേണ്ടി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. പിന്നെ വൈഫും ഭയങ്കര ഹാർഡ് വർക്കാണ്. ഇന്ന് എനിക്ക് സുഖമില്ലായിരുന്നു. ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്ത് തിരിച്ച് വന്ന് പിന്നെ ഞാൻ തലവേനയൊക്കെ ആയി പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ അവൾ തോട്ടം നനയ്ക്കാൻ വേണ്ടി പോയി. എൻ്റെ മകളാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ കണ്ടിത്തിന് വോയിസ് ഇടുന്നേ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി. ഇതാണ് ഞങ്ങളുടെ കോഴികൾ. ഇന്ന് അവർക്ക് തീറ്റയും വെള്ളവും എല്ലാം കൊടുത്തത് എൻ്റെ മകളും വൈഫുമായിരുന്നു. അപ്പോൾ കോഴികളെല്ലാം വൈകിട്ട് ഫുഡൊക്കെ കഴിച്ച് അവർ എൻജോയ് ചെയ്യുന്നു. ഇതാണ് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ഫാമിൻ്റെ റോഡാണ് ഇത്. ഇതാണ് എൻ്റെ ഫാം. ഈ സ്ഥലമാണ് എൻ്റെ ഫാം. ആ കല്ല് കിടക്കുന്നതിന് അപ്പുറത്താണ് നമ്മുടെ കൃഷി. ഈ കാണുന്ന കെട്ടിടമാണ് നമ്മുടെ കോഴി ഫാം. അങ്ങോട്ട് നേരെ റോഡുകളാണ്. ഇതാണ് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് നമ്മുടെ സ്വർഗം. ഇവിടെ നമുക്ക് ഒത്തിരി പ്ലാനിങ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഒരു വർഷം 2 വർഷത്തിനകം ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളുടെ ഒരു എയിം ഉണ്ട്. അത് ഞങ്ങൾ ക്ലിയർ ചെയ്തിരിക്കും. സൂര്യാസ്തമയമാണ് ഞങ്ങളുടെ ഫാമിൽ നിന്ന് കാണാമേ സൂര്യൻ താഴുന്നത്. അപ്പോൾ